എൽസമ്മ എത്തുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അധികം വൈകാതെ തന്നെ നമ്മുടെ എൽസമ്മ വന്നെത്തുന്ന ഒരു കാഴ്ചയാണ് ഇനി മഴ തോരും മുമ്പേൽ കാണാൻ കഴിയുക. അതായത് ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ എൽസമ്മയ്ക്ക് വരാനായിട്ടുള്ള ഒരു പാത തുറന്നിടുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക, സാധിക്കുക. പാത എന്ന് പറഞ്ഞാൽ നമ്മുടെ റീത്തിയാണെങ്കിൽ 2 ദിവസം മുമ്പ് പള്ളിയിലെ വികാരി അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. സ്റ്റാലിനോടൊന്ന് സംസാരിക്കണം, അയാളുടെ മനസ്സിൽ എന്താണ് എന്ന് അറിയണമെന്ന്. അതിനായിട്ട് തന്നെ വികാരി അച്ഛനാണെങ്കിൽ സ്റ്റാലിനെ വിളിച്ച് അനുവാദമൊക്കെ ചോദിച്ച് 2 ദിവസം കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വന്നോളാനായിട്ട് സ്റ്റാലി പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ 2 ദിവസം കഴിഞ്ഞുള്ള കഥയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അങ്ങനെ അച്ഛൻ വരികയാണ് പ്രേക്ഷകരെ. അച്ഛൻ കടന്നു വന്നുകൊണ്ട് സ്റ്റാലിയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് കാണാം. അലീനയെ പറ്റി പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അടുത്താണെങ്കിൽ സ്റ്റാലി പറയുന്നുണ്ട് അലീന തൻ്റെ യഥാർത്ഥ മകളാണെന്നും അവൾക്ക് തന്നോട് അതിയായ സ്നേഹമുണ്ടെന്നും പരിഗണനയുണ്ടെന്നും എനിക്കതുപോലെ തന്നെ അവളോട് വാത്സല്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവളെ പുറത്താക്കാനായിട്ട് പറ്റില്ല എന്നും സ്റ്റാലി അച്ഛനോട് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ സ്റ്റാലിയോട് പറയുന്നുണ്ട്, എങ്കിൽ ഇവിടെ നിന്ന് അവളെ മാറ്റി വേറെ എവിടെയെങ്കിലും നിർത്തിക്കൂടെ സ്റ്റാലി? അതല്ലേ നല്ലത്? ഇവിടെ ആണുങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് അവളെ കൊണ്ട് നിർത്തേണ്ട വല്ല ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തള്ളിക്കളയാനായിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല എന്ന് കരുതി അവളെ ഉപേക്ഷിക്കാനും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അവളെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറയുമ്പോൾ, മാറ്റി താമസിപ്പിക്കാനാണെങ്കിൽ എനിക്ക് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യകതയും ഇല്ലല്ലോ ഫാദർ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. ആര് വിചാരിച്ചാലും എന്ത് വിചാരിച്ചാലും എൻ്റെ മകളെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കില്ല. അതിൽ വേറൊരു ചർച്ചയുമില്ല, വേറൊരു ഒത്തുതീർപ്പുമില്ല. ഇത് തന്നെയാണ് എൻ്റെ അന്തിമ വിധിയെന്നും സ്റ്റാലി പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റാലി ഒരു കണക്കിന് നോക്കിയാൽ ഇത് കടുംപിടുത്തമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് അങ്ങനെ തന്നെ തോന്നുകയുള്ളൂ. 24 വർഷക്കാലം ഒരു പെൺകുട്ടി അനാഥാലയത്തിൽ കിടന്ന് ഒരുപാട് വേദനകളും യാതനകളും സഹിക്കുകയും അപമാനങ്ങൾ സഹിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ അവളുടെ പപ്പയുടെ കൈകളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവളെ സംരക്ഷിക്കേണ്ടത് പപ്പ എന്ന ഉപരി എൻ്റെ കടമയല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം അച്ഛൻ മിണ്ടുന്നില്ല എന്ന് കാണാം. അച്ഛനറിയാം ഒരു പപ്പയുടെ ഉത്തരവാദിത്വം, അതുകൊണ്ട് തന്നെ അച്ഛനൊന്നും പറയുന്നില്ല കേട്ടോ. അത് തന്നെയാണ് അച്ഛൻ ഞാൻ പറഞ്ഞത്, അലീനയെ ഒഴിവാക്കാൻ പറ്റില്ല. എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ സ്നേഹം അനുഭവിച്ച് ഇവിടെ ഇനി വളർന്നാൽ മതി എന്ന് പറയുന്നു. ചെറുപ്പത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ട സ്നേഹമെല്ലാം എനിക്ക് അവൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മക്കളെ അപേക്ഷിച്ച് അവളെങ്ങനെയാണ് വ്യത്യസ്തയാകുന്നത് എന്നൊരൊറ്റ ചോദ്യമേയുള്ളൂ. എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, പക്ഷേ അവൾക്ക് അവളുടെ പപ്പയെ വേണം. സ്വത്തല്ല അവൾക്ക് പ്രധാനം, പപ്പയാണെന്ന് പറയുന്നു. എൻ്റെ മക്കൾക്ക് സ്വത്താണ് പ്രധാനം, പപ്പയല്ല എന്നും കൂട്ടിച്ചേർക്കുന്നു. ഇത് തന്നെയാണ് അവളും എൻ്റെ മക്കളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവളും എൻ്റെ മകളാണ്, എൽസമ്മയുടെ മക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നു. ഇതേ സമയം എനിക്കൊന്ന് ആ പെൺകുട്ടിയെ കാണാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, അലീന എന്ന് പറഞ്ഞ് സ്റ്റാലി ഉറക്കെ വിളിക്കുകയാണ്. ഒടുവിൽ അലീന വന്നെത്തുകയാണ്. അലീനയെ കണ്ടതും
ഫാദറാണെങ്കിൽ വളരെയധികം ആശ്ചര്യത്തോടെ നോക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. വളരെ പ്രസാദവും തേജസ്സുമുള്ള ഒരു പെൺകുട്ടി, ദൈവത്തിൻ്റെ ചൈതന്യം മുഖത്ത് ഉള്ളൊരു പെൺകുട്ടി. അതുകൊണ്ട് തന്നെ അലീനയുടെ പേരും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് അച്ഛൻ മനസ്സിലാക്കുന്നതിലുപരി നിനക്ക് നല്ലത് വരട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പോകുമ്പോൾ സ്റ്റാൻലി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറയുമെന്നും എന്തുണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല എന്നും പറയുമ്പോൾ അച്ഛൻ പേടിക്കേണ്ട, അച്ഛൻ്റെ കടമ അച്ഛൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ റീത്തയാണെങ്കിൽ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ അച്ഛനെ വിളിക്കുകയാണ്. എന്താ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട്, എന്താ ഈ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട്. അത് അവൻ്റെ മോള് തന്നെയാണ്. അവളെ അങ്ങനെ പുറത്താക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ റീത്താമ്മേ. അതുകൊണ്ട് ഞാനിത് വിടുകയാണ്. ഇതിലിടപെടാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട് എന്ന് കാണാം. ഇവിടെ റീത്തയാണെങ്കിലോ എങ്ങനെയെങ്കിലും അലീനയെ ഓട്ടിച്ചു വിടണമെന്ന ചിന്താഗതിയിലാണ് എന്ന് കാണാം. അതിനായിട്ട് പരമാവധി പരിശ്രമങ്ങൾ തുടങ്ങുകയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. പരിശ്രമം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ, എൽസമ്മയെയും കൊണ്ട് കടന്നു വരിക തന്നെയാണ്. റീത്താമ്മയോട് തൻ്റെ മുറിയിലേക്ക് കിടക്കരുതെന്ന് പറയുകയും ഒടുവിൽ അലീനയും എൽസമ്മയും സ്റ്റാൻലിയും സംസാരിക്കുകയും ചെയ്യുകയാണ് എന്ന് കാണാം. എൽസമ്മയോട് ഇവളെ നിനക്ക് മകളായിട്ട് കാണാനായിട്ട് കഴിയുമോ എന്ന് സ്റ്റാലിൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ് എന്നും കാണാൻ സാധിക്കുന്നു. അപ്പോഴാണെങ്കിൽ എൽസമ്മ ആദ്യം പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒടുവിൽ എൽസമ്മയുടെ മനസ്സിലുള്ള ഒരമ്മയുടെ കരുതൽ, അമ്മയുടെ വാത്സല്യം ഉണരുകയും അലീനയെയും മകളായി കാണാൻ താൻ ഒരുക്കമാണെന്നും പക്ഷേ ചേച്ചിയോട് ഇതിനെക്കുറിച്ചൊന്നും പറയരുതെന്നും സ്റ്റാൻലി എൽസമ്മ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നീ പയ്യെ ഇങ്ങോട്ട് വരാനായിട്ട് നോക്ക്. എൻ്റെ എൽസമ്മ എന്ത് ചെയ്തിട്ടാണ് നീ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഒടുവിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് റീത്തയെയും കൊണ്ട് എൽസമ്മ അലീനയോട് യാത്ര പറഞ്ഞുകൊണ്ട് പോവുകയാണ് എന്നും കാണാനായിട്ട്